നമസ്കാരം. മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു, ഹെൽത്തി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് നോക്കാം നിങ്ങളുടെ എനർജി എന്താണ്, അതിന് പ്രപഞ്ചശക്തി നൽകുന്ന മറുപടി എന്താണ്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസിൻ്റെ കറണ്ട് എനർജി എന്താണ്? ഓക്കെ, കറണ്ട് എനർജി വന്നിരിക്കുന്നത് ഐസൊലേഷനെയാണ് വന്നിരിക്കുന്നത്. ഒറ്റപ്പെട്ടിരിക്കുന്ന അവസ്ഥ, നല്ല പെയിൻ സിറ്റുവേഷൻ ഇവിടെ കാണുന്നുണ്ട്. ഒരു മാറ്റം ആഗ്രഹിക്കുന്നു, എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം വന്നെങ്കിലെന്ന് പ്രാർത്ഥനയോടുകൂടിയിരിക്കുന്ന ഒരു എനർജി. ഓക്കെ, പല സ്ഥലങ്ങളിൽ നിന്നും ഒറ്റപ്പെട്ടു പോകുന്നു, ഔട്ട്സൈഡറായി മാറുന്ന ഒരു എനർജി കാണുന്നുണ്ട്. ജീവിതത്തിൽ ബാലൻസ് ഇല്ലാത്ത അവസ്ഥ ഇവിടെ കാണുന്നുണ്ട്. ഇപ്പം നിങ്ങളുടെ എനർജി എന്ന് പറയുന്ന നിലവിലുള്ള അവസ്ഥ എത്രയും പെട്ടെന്ന് മാറണം, ഒറ്റപ്പെട്ടു പോയിരിക്കുന്ന അവസ്ഥയാണ് കാണുന്നത്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നത് എൻ്റെ വ്യൂസിൻ്റെ എനർജി എന്താണ്? ഓക്കെ, തളർന്നിരിക്കുന്ന അവസ്ഥയാണ്. ഓക്കെ, മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും നിങ്ങൾ തളർന്നിരിക്കുന്നു, പ്രപഞ്ചത്തോട് പ്രാർത്ഥിച്ച് തളർന്നിരിക്കുന്ന അവസ്ഥ. മറ്റുള്ള വ്യക്തികളുടെ മുമ്പിൽ നിങ്ങൾ നിങ്ങളുടെ ഈ ഒരു സിറ്റുവേഷൻ മാറുന്നതിന് വേണ്ടി സമീപിച്ച് തളർന്നിരിക്കുന്ന അവസ്ഥ. ഇപ്പം നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, യാതൊരു സന്തോഷവും ഇല്ലാത്ത അവസ്ഥയെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ജീവിതത്തിൽ ഒരുപാട് പ്രതീക്ഷയും ആഗ്രഹങ്ങളും നിങ്ങൾക്ക് ബാക്കി നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരുപാട് സ്വപ്നം കാണുന്നുണ്ട്, അതുപോലെ തന്നെ അഫർമേഷൻ ചെയ്യുന്നുണ്ട്. അതൊന്നും സാക്ഷാത്കരിക്കാത്തതിൽ നിങ്ങൾ നല്ല വേദനയിലൂടെ കടന്നു പോകുന്നുണ്ട്. സാമ്പത്തികപരമായും കുടുംബ ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഒരുപാട് പെയിൻ അനുഭവിക്കുന്നു. നിങ്ങളുടെ സ്വപ്നങ്ങളോ അഫർമേഷനോ യാതൊന്നും സംഭവിക്കുന്നില്ല എന്നുള്ളതിൽ നിങ്ങൾ മനസ്സിങ്ങനെ ജഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലൂടെ കടന്നു പോകുന്നു. സാമ്പത്തിക സിറ്റുവേഷനും മാനസികമായും നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കാത്ത അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. ഓക്കെ, പല വ്യക്തികളിൽ നിന്നും പല സ്ഥാപനങ്ങളിൽ നിന്നും നിങ്ങൾ പുറത്താക്കപ്പെട്ടിരിക്കുന്ന എനർജി കാണുന്നുണ്ട്. ചില വ്യക്തികളുടെ മനസ്സിൽ നിന്നായിരിക്കാം നിങ്ങൾ പുറത്തായിരിക്കുന്നത്, അതല്ലെന്നുണ്ടെങ്കിൽ ചില സ്ഥാപനങ്ങളിൽ നിന്നും നിങ്ങളെ പുറത്താക്കിയിരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യേണ്ടതായിട്ടുള്ള ഫുൾ എഫേർട്ട് ചെയ്തിട്ടും, അല്ലെങ്കിൽ മറ്റുള്ള വ്യക്തികൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗം ചിലവഴിച്ചിട്ടും നിങ്ങളെ പുറത്താക്കിയിരിക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട്. ഓക്കെ, പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമെങ്കിലും നിങ്ങൾ അതിന് വേണ്ടിയിട്ട് തയ്യാറാകാത്ത ഒരു എനർജി കൂടി ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, ഇത് ഇഷ്ടപ്പെട്ട വ്യക്തികളുടെ മനസ്സിൽ നിന്നും നിങ്ങൾ പുറത്താക്കിയിരിക്കുന്നതായിട്ടുള്ള, അല്ലെങ്കിൽ വേറിട്ട് നിൽക്കുന്നതായിട്ടുള്ള ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ കൊടുക്കൽ വാങ്ങലുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചില സ്ഥലത്ത് നിന്നും നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന എനർജിയിലൂടെയും നിങ്ങൾ കടന്നു പോകുന്നുണ്ട്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിൻ്റെ ഇപ്പോഴുള്ള കറണ്ട് എനർജി എന്താണ്? ക്യൂൻ ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. ഒരുപാട് കാര്യങ്ങൾ നിഗൂഢമായിരിക്കുന്നു, സത്യങ്ങൾ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. എന്താണ് സത്യം, എന്താണ് മിഥ്യ എന്ന് തിരിച്ചറിയാതെ നിങ്ങൾ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. മാത്രമല്ല നിങ്ങൾക്ക് നിങ്ങൾ ചിലപ്പോൾ നമ്മൾ ചിന്തിക്കത്തില്ലേ, എനിക്ക് എന്ത് ഒരു എനർജിയിലായിരുന്നു ഞാൻ നിന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് അവരിലേക്ക് കടന്നു പോയത്, എന്തിനാണ് ഞാൻ അങ്ങനെ ചെയ്തത്, അവരെ ഹെൽപ്പ് ചെയ്തുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ അനുഭവിക്കേണ്ടി വരുന്നത് എന്നൊക്കെ പറഞ്ഞ് സ്വയം തന്നെ ചെയ്യാൻ പാടില്ലായിരുന്നു, എന്തിനാണ് ഞാൻ അവരെ സഹായിക്കാൻ ചെയ്തതിൻ്റെ പേരിൽ എനിക്ക് ഇത്രയും വേദന കിട്ടിയത്, ഞാൻ എന്തിനാണ് അവരെ വിശ്വസിച്ചത് എന്ന് പറഞ്ഞ് സ്വയം ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന അവസ്ഥകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഓക്കെ, കാരണം നിങ്ങളുടെ കൂടെയുള്ളവരിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് വ്യക്തതയില്ലാതെ നിങ്ങൾ തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടി അവരുടെ വശം എന്താണ്, അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ് ചിന്തിക്കുന്നതെന്ന് പോലും ചിന്തിക്കാതെ നിങ്ങൾ അവർക്ക് വേണ്ടി ഒരുപാട് എഫേർട്ട് ഇട്ടതിൻ്റെ ഫലമായി ഒന്നുകിൽ നിങ്ങൾ സാമ്പത്തികമായി അവരെ സഹായിച്ചിട്ടുണ്ടായിരിക്കാം, എവിടുന്നെങ്കിലും നിങ്ങൾ പൈസയൊക്കെ അവിടുന്ന് ഇവിടുന്നൊക്കെ വാങ്ങിച്ചിട്ടായിരിക്കാം നിങ്ങൾ അവരെ സഹായിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഗോൾഡോ മറ്റു കാര്യങ്ങളോ കൊടുത്തിട്ടായിരിക്കും അവരെ സഹായിച്ചിട്ടുള്ളത്. നിങ്ങളുടെ ഏറ്റവും വിലപ്പെട്ട സമയം നിങ്ങൾ അവർക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും. നിങ്ങളുടെ പ്രായത്തിൻ്റെ ഒരു നല്ലൊരു വർഷം നിങ്ങൾ അവർക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കാം. ഇപ്പം നിങ്ങളൊന്നുമല്ലാതെ നിൽക്കുന്ന ഈ ഒരു സമയത്ത് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഗിൽറ്റ് ഫീലാണ് നിങ്ങൾക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു എനർജിയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് തുടർന്ന് കാണാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഐസൊലേഷനാണ് നിങ്ങൾക്കുണ്ടായിരിക്കുന്ന ഈ വേദന, നിങ്ങൾക്ക് ആരോടും പറയാൻ സാധിക്കാത്തൊരവസ്ഥ ഇവിടെ കാണുന്നുണ്ട്. ഉരുകി തീരുന്ന ഒരവസ്ഥ ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, ചീറ്റിങ്ങിൻ്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. കൂടെ നിന്നിട്ട് നിങ്ങളെ ചതിച്ചിരിക്കുന്നു, പിറകിൽ നിന്നാണ് കുത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പം ഒരുപാട് സിറ്റുവേഷൻ കാരണം, ഒന്നിലധികം പ്രശ്നങ്ങൾ കാരണം, മാനസിക സമ്മർദ്ദങ്ങൾ കാരണം നിങ്ങൾക്കിപ്പോൾ അനങ്ങാൻ വയ്യാതെ ഒറ്റപ്പെട്ടിരിക്കുന്ന അവസ്ഥ, ആരുമില്ല സഹായിക്കാൻ. ഓക്കെ, ഇങ്ങനെ ഒറ്റപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. അപ്പോൾ ഈ ഒരു എനർജിയാണോ നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് തുടർന്ന് കാണാം. ഓക്കെ, പ്രപഞ്ചശക്തി നിങ്ങളോട് എന്താണ് സംസാരിക്കുന്നതെന്ന് നോക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിന് ഈ എനർജിയുമായി ബന്ധപ്പെട്ട് പ്രപഞ്ചശക്തി എന്ത് മെസ്സേജാണ് നൽകുന്നത്?
പ്ലീസ് കിഡ് മീ മദർ യൂണിവേഴ്സ്, എന്ത് മെസ്സേജാണ് എൻ്റെ വ്യൂസിന് നൽകുന്നത്? പ്ലീസ് കിഡ് മീ മദർ യൂണിവേഴ്സ്. യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു എൻ്റെ വ്യൂസിന് എന്ത് മെസ്സേജാണ് നൽകുന്നത്? ഓക്കെ, ഇവിടെ വിജയത്തിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. 6 ഓഫ് വാണ്ടിൻ്റെ എനർജി. നിങ്ങളുടെ സമയം ചേഞ്ച് ആകുകയാണ്. എങ്ങനെ? വിജയത്തിലേക്ക്. നിങ്ങൾ ഇത്രയും നാൾ അന്ധകാരത്തിലും വിഷമത്തിലും ആയിരുന്നുവെങ്കിൽ നിങ്ങൾക്കിപ്പോൾ പ്രപഞ്ചം നിങ്ങൾക്കൊരു നല്ല പ്രകാശം നിങ്ങളുടെ നേരെ അയക്കുകയാണ്. അത് വിജയത്തിൻ്റെ പ്രകാശമാണ്. നിങ്ങളുടെ ഓറ പവർ വർദ്ധിക്കുകയായിട്ട് നിങ്ങളുടെ ഓറ പവർ വർദ്ധിക്കുകയാണ്. 6 നമ്പറാണ് വന്നിരിക്കുന്നത്. ശുക്രൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ശുക്രൻ്റെ എനർജി സാമ്പത്തികപരമായും റിലേഷൻ സംബന്ധമായിട്ടും നിങ്ങൾക്ക് വിജയത്തിനെയാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു വിജയം എന്തായാലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്നുള്ളത് നിശ്ചയമാണ്. പ്ലീസ് കിഡ് മീ മദർ യൂണിവേഴ്സ്. യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു എൻ്റെ വ്യൂസിൻ്റെ ജീവിതത്തിൽ എന്ത് മാറ്റമാണ് പ്രപഞ്ചശക്തി കൊണ്ടുവന്നിരിക്കുന്നത്? ഓക്കെ, നഷ്ടപ്പെട്ടു പോയതെല്ലാം നിങ്ങൾക്ക് വീണ്ടും തിരിച്ചു കിട്ടുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ അതിലും ബെറ്റർ ആയിട്ടുള്ള ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് കടന്നു പോകാൻ സാധിക്കുന്നു എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ പോയിരിക്കുന്നത്. നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. 5 ഓഫ് കപ്പാണ്. നിങ്ങളുടെ ഇമോഷണൽ ആയിട്ടിരുന്ന നിങ്ങൾ ഒരുപാട് വിഷമിച്ചിരുന്ന ഒരു സിറ്റുവേഷനുണ്ട്. ആ സിറ്റുവേഷനിൽ ഒരു മാറ്റം നിങ്ങൾക്ക് വരുന്നതായി കാണുന്നുണ്ട്. പ്ലീസ് കിഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിൻ്റെ ജീവിതത്തിൽ എന്ത് മാറ്റമാണ് ഉടൻ സംഭവിക്കുന്നത്? ഔട്ട്സൈഡറാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു പുതിയ ചിന്ത. ഓക്കെ, നിങ്ങൾ ഇതുവരെ ചിന്തിച്ചതുപോലെയല്ല, മറ്റൊരു വേയിലൂടെ നിങ്ങൾ ചിന്തിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിലുണ്ടായിരുന്ന എല്ലാ നെഗറ്റിവിറ്റീസിനെയും റിലീസ് ചെയ്യുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പാഠങ്ങൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, നിങ്ങൾക്കിപ്പം മുന്നോട്ടുള്ള വഴികളെല്ലാം അടഞ്ഞതായിരിക്കും. പക്ഷേ പ്രപഞ്ചം നിങ്ങൾക്ക് വേണ്ടി പല വഴികൾ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നു എന്നുള്ളത് നിങ്ങളുടെ ഉള്ളിൽ തന്നെ പ്രപഞ്ചം അത് കാണിച്ചു തരികയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്നർ വോയിസ് നിങ്ങൾക്ക് ലഭിക്കുകയാണ്. ഏസ് ഓഫ് സോഡിൻ്റെ എനർജിയാണ്. പ്രപഞ്ചത്തിൻ്റെ ഒരു സപ്പോർട്ട് നിങ്ങളോട് ഉള്ളതായി കാണുന്നുണ്ട്. ഓക്കെ, പ്ലീസ് കിഡ് മീ മദർ യൂണിവേഴ്സ്. യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു എന്ത് മാറ്റമാണ് എൻ്റെ വ്യൂസിൻ്റെ ജീവിതത്തിൽ ഉടൻ തന്നെ സംഭവിക്കുന്നത്? ഓക്കെ, 2 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജിയാണ്. നിങ്ങൾക്ക് ജഗിൾ ചെയ്തിരുന്ന ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഒരുപാട് കാര്യത്തിൽ തീരുമാനമെടുക്കാൻ കഴിയാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. ആ സിറ്റുവേഷനെ നിങ്ങൾ മൂവ് ഓൺ ചെയ്യുകയാണ്. ആ സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ മൂവ് ഓൺ ചെയ്യുന്നു. നിങ്ങൾ മൂവ് ഓൺ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്കൊരു ബ്ലെസ്സിങ് കിട്ടുകയുള്ളൂ എന്ന് യൂണിവേഴ്സ് ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഞാൻ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനത് വിട്ടുകളയില്ല. എൻ്റെ ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ 5-6 വർഷമായിട്ട് ഞാൻ ഈ ബുദ്ധിമുട്ട് സഹിച്ചുകൊണ്ട് ഞാനിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിലൊരു മാറ്റവും വരാൻ പോകുന്നില്ല. പക്ഷേ നിങ്ങളത് റിലീസ് ചെയ്ത് നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യുകയാണെങ്കിൽ മാത്രം പ്രപഞ്ചം നിങ്ങൾക്ക് വേണ്ടി ബ്ലെസ്സിങ് നൽകും. 6 ഓഫ് പെൻറ്റിക്കിൾ. ഓക്കെ, അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് തരത്തില്ല. കാരണം നമ്മളിങ്ങനെ മുറുക്കി പിടിച്ചിരുന്നാൽ നമുക്കിങ്ങനെ സ്വീകരിക്കാൻ സാധിക്കുകയില്ല. ഇവിടെ നിങ്ങൾ എപ്പോഴാണോ ആ പ്രശ്നങ്ങളെ നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള എന്ത് പ്രശ്നങ്ങളാണോ അതിനെ റിലീസ് ചെയ്യുക, യൂണിവേഴ്സിലേക്ക് സറണ്ടർ ചെയ്യുക, എങ്കിൽ മാത്രമേ നമ്മുടെ കൈ വിടരുകയുള്ളൂ. ഓക്കെ, എങ്കിലായിരിക്കും പ്രപഞ്ചത്തിൽ നിന്നും അത് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പം യൂണിവേഴ്സ് ഇവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും സ്വയം ഉണ്ടാക്കുന്നതായിട്ടുള്ള സിറ്റുവേഷനാണ്. ഓക്കെ, ഞാനാണ് പ്രശ്നം, എനിക്കാണ് പ്രശ്നം എന്നുള്ളത് നമ്മൾ തന്നെ നമ്മളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഒരിക്കലും നമുക്ക് ആ ഒരു കെട്ടുപാടുകളിൽ നിന്നും പുറത്തു വരാൻ സാധിക്കില്ല. അപ്പം നമ്മുടെ മൈൻഡിനെ ഓക്കെ ആക്കുക, അത് നമ്മുടെ ജോലി തന്നെയാണ്. അത് യൂണിവേഴ്സ് ചെയ്യുന്നതല്ല, അത് സ്വയം ചെയ്യേണ്ട കാര്യമാണ്. എങ്കിൽ മാത്രമേ നമ്മൾ മൂവ് ഓൺ ചെയ്തെങ്കിൽ മാത്രമായിരിക്കും നമ്മളിലേക്ക് ഈ 6 ഓഫ് പെൻറ്റിക്കിൾ കടന്നു വരുന്നതെന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. ഓക്കെ, പ്ലീസ് കിഡ് മീ മദർ യൂണിവേഴ്സ്. യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു ഐസൊലേറ്റ് എന്താണ്? പ്ലീസ് കിഡ് മീ മദർ യൂണിവേഴ്സ്. ഐസൊലേറ്റിൻ്റെ എനർജി എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? ഓക്കെ, മൂവ് ഓൺ ചെയ്യുക. നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ ഒറ്റപ്പെട്ടു, എനിക്ക് ആരുമില്ല, ഞാൻ എങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ 3 ഓഫ് സോഡാണ്. 3 ഓഫ് സോഡിൻ്റെ എനർജിയുടെയാണ് ഈ കാർഡ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും പെയിൻ സഹിച്ചുകൊണ്ട് നിങ്ങൾ അവിടെ തന്നെ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ വേദന വീണ്ടും വീണ്ടും അനുഭവിക്കേണ്ടി വരും. എന്നാൽ അവിടെ നിന്ന് മൂവ് ഓൺ ചെയ്യണം. മൂവ് ഓൺ ചെയ്തെങ്കിൽ മാത്രമേ അതിനെ വിട്ട് നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, ഇവിടെ സന്തോഷം വന്നിരിക്കുന്നു. ഇവിടെയും 3 ആണ് വന്നിരിക്കുന്നത്. 3 ഓഫ് കപ്പ്, ഇത് 3 ആണ് വന്നിരിക്കുന്നത്. അപ്പം 3 ഓഫ് സോഡ്. നമ്മൾ ആ വേദനയെ സഹിച്ച് അവിടെ തന്നെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. നമ്മൾ മൂവ് ഓൺ ചെയ്തെങ്കിൽ മാത്രമേ നമ്മളിലേക്ക് ആ ഒരു ഹാപ്പിനെസ്, സന്തോഷം കടന്നു വരികയുള്ളൂ എന്ന് ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രപഞ്ചം നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാത്തു വെച്ചിരിക്കുന്ന ബ്ലെസ്സിങ്. നിങ്ങൾക്ക് വേണ്ടി വിജയമാണ് കടന്നു വരുന്നത്. അതിന് നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള 2 കാര്യങ്ങളുണ്ട്. വിട്ടുകളയുക. നിങ്ങൾക്ക് ആക്കിയിരിക്കുന്ന വഴികളിലൂടെ കടന്നു പോകുവാൻ നിങ്ങളുടെ മനസ്സിനെ തയ്യാറാക്കുക എന്ന് യൂണിവേഴ്സിലൂടെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പം ഇതാണ് നിങ്ങളുടെ എനർജി. നിങ്ങൾക്കിത് റെസനേറ്റ് ആയിട്ടുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഒരു എസ്നോ കാർഡ് കൂടി എടുക്കാം. പ്ലീസ് കിഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന കാര്യം നിങ്ങൾക്ക് സാധിക്കുമോ? പ്ലീസ് കിഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂവേഴ്സ് മനസ്സിൽ ചിന്തിക്കുന്ന കാര്യം സാധിക്കുമോ? ഓക്കെ, ഒരു കാർഡ് സെലക്ട് ചെയ്യുക. നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന കാര്യം 2-3 പ്രാവശ്യം പറഞ്ഞതിന് ശേഷം അതിലൊരു കാർഡ് സെലക്ട് ചെയ്യുക.
സെലക്ട് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾ മനസ്സിൽ വിചാരിച്ച കാര്യം 110% സാധിക്കും. ഓക്കെ, രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്കും സാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ് കാണുന്നത്. 3 നമ്പറാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ഉള്ളിലെ എനർജി വർദ്ധിക്കുകയാണ്, പാഷൻ വർദ്ധിക്കുകയാണ്. നിങ്ങൾ തയ്യാറായി നിൽക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇപ്പോഴെന്താണോ വിചാരിച്ചിരിക്കുന്നത് അത് നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി നിങ്ങൾ ഫുൾ പോസിറ്റീവായിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ അത് നിങ്ങളിലേക്ക് എത്തിച്ചേരുക തന്നെ ചെയ്യും. ഓക്കെ, പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു, എൻ്റെ വ്യൂസിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ വെല്ലുവിളി എന്താണ്? എൻ്റെ വ്യൂസിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളി എന്താണ്? ഓക്കെ, ബാലൻസ് ആണ്. ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നവർക്കൊരു മാർഗ്ഗനിർദ്ദേശമാണ്. ഏത് വഴിയെ പോകണം, എന്താണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തതയില്ലാത്ത ഒരു എനർജിയാണ് വെല്ലുവിളിയിലേക്ക് കടന്നു പോകുന്നത്. ഓക്കെ, നമ്മുടെ മുന്നിൽ വാതിലുണ്ട്, പക്ഷേ അത് നമുക്ക് എടുത്ത് തുറന്ന് മുന്നോട്ട് പോകുവാൻ, നമ്മൾക്ക് രക്ഷപ്പെടാനുള്ളൊരു അവസരം തന്നാൽ പോലും ആ ഒരു അവസരത്തെ എങ്ങനെ വിനിയോഗിക്കണമെന്ന് അറിഞ്ഞുകൂടാതെ പോകുന്നു. ഓക്കെ, ചില റിലേഷൻഷിപ്പിലേക്ക് കടന്നു ചെല്ലുമ്പോഴത്തേക്ക് യൂണിവേഴ്സ് പറയും, നിനക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് ശരിയല്ല, നീ കടന്നു പോകരുത്. അതിന് പ്രപഞ്ചം തന്നെ പല പ്രാവശ്യം നമ്മളെ അതിൽ നിന്ന് തട്ടി മാറ്റിക്കൊണ്ട് പോകും. പക്ഷേ അതൊന്നും വകവയ്ക്കാതെ വീണ്ടും നമ്മൾ അതിൻ്റെ പിറകെ തന്നെ പോയിട്ട് കിട്ടാവുന്നതിൻ്റെ പണിയെല്ലാം വാങ്ങിച്ചു കിട്ടും. അതുപോലെ തന്നെ സാമ്പത്തിക കാര്യങ്ങളിലാണെങ്കിലും ശരി തന്നെ, എന്ത് സിറ്റുവേഷനിലാണെങ്കിലും ശരി തന്നെ നമ്മൾ തന്നെ ചില കാര്യങ്ങൾ വരുത്തി വയ്ക്കുക. അപ്പം നമുക്ക് വേണ്ടത്ര മാർഗ്ഗനിർദ്ദേശം അല്ലെങ്കിൽ ഇൻഡ്യൂഷൻ പവറിൽ വിശ്വസിക്കാൻ കഴിയാതെ പോകുന്ന അവസ്ഥ, അത് നമുക്ക് ഒരുപാട് വെല്ലുവിളികൾ കൊണ്ടുവരുന്നുണ്ട്. മാത്രമല്ല, ദൈവാനുഗ്രഹം ഉണ്ടെങ്കിലും അതിനെ കൃത്യമായി യൂസ് ചെയ്യാൻ അറിയാതെ പോകുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്കുണ്ടാകും, പക്ഷേ ആ അനുഗ്രഹത്തെ നമ്മൾ എവിടെ എപ്പോഴെങ്ങനെ ചിലവാക്കണം അല്ലെങ്കിൽ അതെങ്ങനെ യൂസ് ചെയ്യണമെന്ന് അറിയാതെ പോകുന്ന നമുക്കെല്ലാവർക്കും ഉണ്ടാകുന്നുണ്ട്. അതാണ് വിഷ്ടത്തിൻ്റെ ഒരു കുറവ് നമുക്കുണ്ടാകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഫേസ് ചെയ്യുന്നതായിട്ടുള്ള വെല്ലുവിളികൾ. ഓക്കെ, നമുക്ക് പ്രപഞ്ചത്തോട് ചോദിക്കാം, ഇതിനെ നമ്മൾ എങ്ങനെ റിക്കവർ ആകും, ഈ ഒരു പ്രോബ്ലം, ഈ ഒരു വെല്ലുവിളിയെ നമ്മൾ എങ്ങനെ അതിജീവിക്കണം എന്ന് ചോദിക്കാം. പ്ലീസ് കിഡ്മി മദർ യൂണിവേഴ്സ്, ഈ എങ്ങനെ അതിജീവിക്കണം? ഓക്കെ, 10 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജിയാണ്. ഓക്കെ, നമ്മൾ വെല്ലുവിളികളെ എങ്ങനെ അതിജീവിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മുടെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകണം. നമ്മൾ എത്ര ആരാധനാലയങ്ങളിൽ പോയിരുന്നാലും, എത്ര നേർച്ചകൾ നേർന്നിരുന്നാലും നമ്മുടെ കാര്യങ്ങൾ നടക്കാത്തതിൻ്റെ പ്രധാന കാരണം വീട്ടിൽ നമ്മുടെ കൂടെയുള്ള വ്യക്തികളിൽ ആരെങ്കിലും വിഷമിച്ചിരിക്കുന്നുവെങ്കിൽ നമ്മൾ പുറമേ കൊണ്ടുവന്ന് എത്രയൊക്കെ നേർച്ചയിട്ടിട്ടും കാര്യമില്ല. അടുത്തുള്ള നമ്മുടെ കൂടെയുള്ള വ്യക്തികളെ സന്തോഷിപ്പിക്കാനോ അല്ലെങ്കിൽ നമ്മൾ കാരണം അവർ കരയാനോ ഇട വന്നു കഴിഞ്ഞാൽ, നമ്മൾ ആവശ്യമില്ലാത്ത കാര്യത്തിൽ കരയുന്നതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ അവരെ നമ്മുടെ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ വാക്കുകളോ നമ്മുടെ കൂടെയുള്ളവരെ വേദനിപ്പിക്കാൻ ഇടയായി കഴിഞ്ഞാൽ നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നു ചേരും. ഓക്കെ, അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മുടെ സിറ്റുവേഷനിലെല്ലാം പ്രോബ്ലംസ് ഉണ്ടാകുക. അപ്പോൾ അങ്ങനെയുള്ള നമ്മുടെ സ്വഭാവങ്ങൾ, നമ്മുടെ വാക്കുകളിലോ പ്രവൃത്തികളിലോ എന്തെങ്കിലും നമ്മുടെ കൂടെയുള്ള വ്യക്തികൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടെങ്കിൽ അത് പറഞ്ഞ് രമ്യതയിലാക്കി സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകുക. ഇവിടെ 9 ഓഫ് പെൻറ്റിക്കിൾ സൂചിപ്പിക്കുന്നത്, നമ്മൾ വിചാരിക്കുന്നുണ്ടായിരിക്കും നമുക്ക് ഓക്കെ നമ്മൾ നേടിയെടുത്തു, നമുക്ക് ഇന്ന കാര്യം സാധിച്ചപ്പോഴത്തേക്ക് നമ്മൾ ഓക്കെ ആയി എന്ന് വിചാരിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ അതല്ല, കയ്യിലിരിക്കുന്ന ബേർഡ് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നമുക്ക് ഇനിയും നോളജുകൾ വന്നു ചേരാനുണ്ട്. ഉയരത്തിൽ നിന്നുള്ള ഈ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അറിവുകൾ നേടിയെടുക്കേണ്ടതായിട്ടുണ്ട്. വന്നിരിക്കുന്ന സമ്പാദ്യത്തെ എങ്ങനെ വിനിയോഗിക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട് എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. ടവറിൻ്റെ എനർജി വന്നിരിക്കുന്നു. അങ്ങനെ അല്ലാത്ത ഏതെങ്കിലും സിറ്റുവേഷൻ നമ്മുടെ ലൈഫിലുണ്ടെങ്കിൽ ആ സിറ്റുവേഷനെ പൂർണ്ണമായും മാറ്റം കൊണ്ടുവരിക, ഉപേക്ഷിക്കുക, ചേഞ്ച് കൊണ്ടുവന്ന് നമ്മൾ വിട്ടുകളയേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ വിട്ടുകളയുക. നമുക്ക് ആവശ്യമില്ലാത്ത എന്തെങ്കിലും സ്വഭാവമോ പ്രവർത്തനങ്ങളോ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിനെ ഉപേക്ഷിക്കുക എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ സാധിക്കും. 9 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജിയും അത് സാമ്പത്തികപരമായിട്ടാണെങ്കിലും അത് ഇമോഷണൽ പരമായിട്ടാണെങ്കിലും നിങ്ങൾക്ക് കിങ് ആകാൻ സാധിക്കുമെന്ന് യൂണിവേഴ്സിലൂടെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പം ഇതാണ് നിങ്ങളുടെ എനർജി, നിങ്ങൾക്ക് പ്രപഞ്ചം തന്നിരിക്കുന്ന മെസ്സേജ്. ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നു പോകരുതേ. ഓക്കെ, നിങ്ങൾ ടാരോ കാർഡ് പഠിക്കുവാനോ പേഴ്സണൽ റീഡിംഗ് എടുക്കുവാനോ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.